എജ്യൂസ് അക്കാഡമിയിലെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിരിക്കും ഈ എജ്യൂസ് റാങ്ക് മാസ്റ്റർ ഫോർ നഴ്സസ് ഞങ്ങൾ നൽകുക. നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് ഇത്. ഹലോ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഞങ്ങൾ എജ്യൂസ് അക്കാഡമിയുടെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് എജ്യൂസ് അക്കാഡമിയുടെ റാങ്ക് ഫയൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. സോ അത് 6 മൊഡ്യൂൾസ് ആയിട്ടാണ് ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ അതിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസൈനിങ് ഫേസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് പ്രിന്റിങ്ങിന് കൊടുക്കുകയും ഞങ്ങളുടെ സ്റ്റുഡൻസിന് അത് ലഭ്യമാക്കുകയും ചെയ്യും. നമുക്ക് ആ റാങ്ക് മാസ്റ്റർ, അതായത് എജ്യൂസ് റാങ്ക് മാസ്റ്റർ ഫോർ നഴ്സസ്, അതിന്റെ ഫസ്റ്റ് വോളിയം, ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗും. സോ ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൊഡ്യൂൾ അല്ലെങ്കിൽ 2 സബ്ജക്ട്സ് വരുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അതുകൂടാതെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, അങ്ങനെ നമുക്ക് 5 മൊഡ്യൂൾ കൂടെ ഉണ്ട്. അതായത് സ്പെഷ്യാലിറ്റി വൈസ്, അതായത് OBG, കമ്മ്യൂണിറ്റി, പിന്നെ പീഡിയാട്രിക്സ്, സൈക്യാട്രി, അതുകൂടാതെ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, അത് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് OMR ഷീറ്റ്. സോ ഈ രീതിയിലാണ് നമ്മൾ 6 മൊഡ്യൂൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ലഭ്യമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതിന്റെ ഫസ്റ്റ് മൊഡ്യൂളായ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. നെർവസ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പിക്ടോറിയലി, അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അതിന്റെ അനാട്ടമിയും ഫിസിയോളജി, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പിന്നെ അതിന്റെ പല ഡിസീസ് കണ്ടീഷൻസ്, കാരണം നമുക്ക് ഈ കാണുന്ന പോലെ ടേബിളർ ഫോം, ആവശ്യമുള്ളത് ടേബിളർ ഫോം, കൂടാതെ പിക്ചേഴ്സ്, പല ടെസ്റ്റുകളും സൈനുകളും ഒക്കെ ചെയ്യുന്ന അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, കൂടാതെ ഡിസീസ് കണ്ടീഷന്റെ സിംറ്റംസ് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈ കാച്ചി ആയിട്ട് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണെങ്കിൽ ക്വസ്റ്റ്യൻ, അതിന്റെ കറക്റ്റ് ആൻസർ, അതിന്റെ റാഷണലിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഡിയോവാസ്കുലർ സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അതിൽ നമുക്ക് ഈ കാണുന്നത് പോലെ അതിന്റെ ഇനീഷ്യലി നമ്മൾ കുറെ ടേബിൾസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിന്റെ അനാറ്റമി, ഫിസിയോളജി പിക്ടോറിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ ബ്ലഡ് സർക്കുലേഷൻ, അതിന്റെ ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ECG ഒക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ പല ഡിസീസ് കണ്ടീഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡിസീസ് കണ്ടീഷനും നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ ബുക്ക് വരുന്നത്. കൂടാതെ ഈ കാണുന്ന പോലെ അരത്മിയാസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിക്ടോറിയലി തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസീസ് കണ്ടീഷനും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഡിസീസ് കണ്ടീഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പം ആകുന്ന തരത്തിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടെ ഈ ചാപ്റ്ററിന്റെ എൻഡോട് കൂടി വരുമ്പോഴത്തേക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് വിത്ത് റാഷണൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലോ ഒന്ന് നോക്കിയേ. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ അതിന്റെ ടേബിൾസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന്റെ അനാട്ടമി, ഫിസിയോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്ടോറിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡിസീസ് കണ്ടീഷൻസും ഡയഗ്രാം വേണ്ടുന്നിടത്ത് ഡയഗ്രാം, ടേബിൾ വേണ്ടുന്നിടത്ത് ടേബിൾ, ഫ്ലോ ചാർട്ട് വേണ്ടുന്നിടത്ത് ഫ്ലോ ചാർട്ട്, കൂടാതെ ന്യൂമോണിക്സ് എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നമുക്ക് നോക്കി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല, ആ രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ കറക്റ്റ് ആൻസേഴ്സ്, റാഷണൽ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം ആണെങ്കിലോ നമുക്ക് അതിന്റെ എല്ലാ ഹോർമോൺസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹോർമോൺസിന്റെ ഫങ്ഷൻസ്, അതിന്റെ അബ്നോർമാലിറ്റീസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഓരോ ഹോർമോണിന്റെയും ഇംബാലൻസ് കാരണം വരുന്ന ഡിസീസ് കണ്ടീഷൻസ്, അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളിടത്ത്, അതായത് ഈസി ആയിട്ട് മനസ്സിലാകാനായിട്ട് ആവശ്യമുള്ളിടത്ത് ടേബിൾസ്, പിക്ചേഴ്സ്, ന്യൂമോണിക്സ്, പിന്നെ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് വിത്ത് റാഷണൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, അല്ലെ. സോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആവശ്യമുള്ളിടത്തെല്ലാം നമുക്ക് പിക്ചേഴ്സ്, അതിന്റെ റെപ്രസെന്റേഷൻസ്, കൂടാതെ പഠിക്കാൻ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് അതിന്റെ ന്യൂമോണിക്സ് എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ ചാപ്റ്ററിന്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് വിത്ത് റാഷണൽ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ്, ജോയിന്റ്സ്, ഇവിടെ നിന്നെല്ലാം സാധാരണ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ഡിസീസ് കണ്ടീഷൻസ്, ഫ്രാക്ചേഴ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റോട് കൂടി കവർ ചെയ്തിട്ടുണ്ട്. റീനൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റീനൽ സിസ്റ്റം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അനാട്ടമി, ഫിസിയോളജി, പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എല്ലാ ഡിസീസ് കണ്ടീഷനും നമ്മൾ കവർ ചെയ്തിട്ട് അതും കൃത്യമായിട്ട് പോയിന്റ് വൈസ്, ബുള്ളറ്റ് പോയിന്റ് വൈസ് ആണ് നമ്മൾ ഈ റീനൽ സിസ്റ്റവും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആൻഡ് റാഷണൽ നമ്മൾ ഇതിനോടുകൂടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹെമറ്റോളജി അല്ലെ. ഹെമറ്റോളജി നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ ബ്ലഡ് സെൽസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അവിടെ നിന്ന് വരുന്ന ഡിസീസ് കണ്ടീഷൻസ്, പിന്നെ അതിന്റെ പാത്തോഫിസിയോളജി പോലെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഒഫ്താൽമോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ടെർമിനോളജീസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടെർമിനോളജീസും, പിന്നെ അനാട്ടമി, ഫിസിയോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസോർഡേഴ്സ്, പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇറേഴ്സ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. ഓഡിറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഡിറ്ററി സിസ്റ്റം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ആവശ്യമുള്ളിടത്തെല്ലാം ഡയഗ്രാംസ്, പിന്നെ നമ്മുടെ ഡിഫറെന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇവിടെ നിന്നൊക്കെ സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിന്റെ എൻഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, റിയാക്ഷൻ എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. സാധാരണ ഏതൊരു റാങ്ക് ഫയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് വളരെ സൂപ്പർഫിഷ്യലി ആയിരിക്കും ഈ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പോവുക. പക്ഷേ നമ്മുടെ ഈ റാങ്ക് ഫയൽ അങ്ങനെയല്ല. അതായത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് നമ്മുടെ സിലബസിൽ പ്രകാരം എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്റർ വൈസ് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ചാപ്റ്റർ വൈസ് അത് വളരെ സിമ്പിൾ ആയിട്ട്, ക്രിസ്പ് ആയിട്ട്, കേട്ടോ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിൽ ക്രിസ്പ് ആയിട്ട് പോയിന്റ് വൈസ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും എൻഡിൽ അവിടെ നിന്ന് സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതേസമയം ക്രിസ്പ് ആയിട്ട് ടു ദ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ് എജൂസ് അക്കാഡമിയുടെ എജൂസ് റാങ്ക് മാസ്റ്റർ ഫോർ നഴ്സസ്. അപ്പം ഏതൊരു എക്സാമിന്, ഏതൊരു നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് ഇത്. അപ്പൊ നമ്മൾ ഈ പുസ്തകം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് എല്ലാ ടോപ്പിക്സും പഠിക്കാമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 6 മൊഡ്യൂൾസ് ആയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമായിരുന്നു നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ 5 മൊഡ്യൂൾസ് വരാനുണ്ട്. സോ ആ മൊഡ്യൂൾസ് എല്ലാം അത് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. എജൂസ് അക്കാഡമിയിലെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ആയിരിക്കും ഈ എജൂസ് റാങ്ക് മാസ്റ്റർ ഫോർ നഴ്സസ് ഞങ്ങൾ നൽകുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ DMB സ്റ്റാഫ് നഴ്സിന്റെ എക്സാം പ്രിപ്പറേഷൻ, അതോടൊപ്പം തന്നെ JPHന്റെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതിനെല്ലാം കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. സോ എല്ലാവരും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.